ഹലോ മക്കൾസേ, നമുക്ക് എന്താണ് ഈ സ്ക്രീനിൽ കാണുന്നത്? നമ്മുടെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു നെയിമിംഗ് സെറിമണി നടക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ ഈ പിക്ചറിൽ കാണും പോലെ ഒരു നെയിമിംഗ് സെറിമണിയാണ് നടക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാമല്ലേ. ചാപ്റ്ററിൻ്റെ പേരാണ് ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമെറിസവും. ഇതിൽ നമ്മൾക്ക് ആദ്യം 9th പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഫസ്റ്റിലൊന്ന് നോക്കാൻ പോണത്. കാർബണിൻ്റെ എണ്ണത്തിനനുസരിച്ച് അതിന് പേര് കൊടുക്കണം. പദമൂലം അഥവാ വേർഡ് റൂട്ട് എന്ന് പറയും. അപ്പോൾ ഒരു കാർബൺ ഉണ്ടാകുമ്പോൾ മീത്, 2 കാർബൺ ഉണ്ടാകുമ്പോൾ ഈത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്റ്റിൻ, അണഡക്ക്. ഇങ്ങനെ 10 വരെയാണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക 10th കേട്ടോ. അപ്പോൾ മെത്തേത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്, എക്സെപ്റ്റ്, ഒനോടെ, ഇങ്ങനെ ഇതിനെ ഒരു പാട്ട് പോലെ പഠിച്ചു വെച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് എപ്പോഴും ഓർത്തെടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പേരിടാൻ പോകുന്നത്. ഇതിൽ 3 ടൈപ്പ് ആളുകളാണുള്ളത്: ആൽക്കെയിനും, ആൽക്കീനും, ആൽക്കൈനും. അപ്പോൾ സംയുക്തങ്ങൾ എപ്പോഴും ഈ 3 രൂപത്തിലാണ് വരുന്നത്. ഇപ്പം ഹൈഡ്രോ കാർബൺസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന ബോണ്ടിൻ്റെ എണ്ണം നോക്കിയിട്ടാണ് നമ്മൾ ഇത് ഏത് ഗ്രൂപ്പാണെന്ന് തിരിച്ചറിയുന്നത്. ആൽക്കൈൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലേ. അതിൻ്റെ ഇടയിൽ കാർബണിൻ്റെ 2ൻ്റെയും ഇടയിൽ ഒരു ഹൈഫൺ മാത്രം അഥവാ ഏകബന്ധനം മാത്രമാണ് ഉണ്ടാവുക. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു ആൽക്കൈൻ ഗ്രൂപ്പാണെന്ന്. ഇനി ആൽക്കീൻ ഗ്രൂപ്പിൽ ദ്വിബന്ധനാണ്, 2 ഹൈഫൺ ഉണ്ടാകും, 2 ബോണ്ട് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ആൽക്കൈൻ എന്ന് പറയുമ്പോൾ 3 ബോണ്ട് ഉള്ളതാണ് കേട്ടോ. ഇനി നോക്കിയേ, നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു CH3 ഏകബന്ധനം CH3ൻ്റെ പേരപ്പം എന്താവും വരിക നോക്കുക. നമുക്കറിയാം 2 കാർബൺ ഉണ്ടാവുമ്പോൾ എന്താണ് എന്നുള്ളത് ഈതാണല്ലേ, ഈത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ANE എന്ന് ചേർത്താൽ മതി. ഈ ലാസ്റ്റ് വരുന്ന ANE എന്ന് ചേർത്താൽ മതി. അപ്പോൾ എങ്ങനെ പേര് വരും? ഈത് എന്ന് എഴുതാം. എന്നിട്ട് ആ ANE അങ്ങോട്ട് എഴുതി കൊടുത്താൽ മതി. ഇപ്പം ഈതൈൻ എന്നായിട്ടോ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഈ ഒരു ആൽക്കീൻ ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ ഇവരെ നമ്മൾ എഴുതുന്നത് ഈതിൻ്റെ കൂടെ ഈ ലാസ്റ്റിൽ ഈനെ ചേർത്തിട്ടാണ്. അപ്പോൾ എന്താവും? ഈതിൻ്റെ കൂടെ ഈനെ ചേർത്താൽ ഈദീൻ എന്ന് വരും അല്ലേ. ലാസ്റ്റ് ANEക്ക് പകരം ENE ചേർത്താൽ മതി. ഇനി ട്രിപ്പിൾ ബോണ്ടാണ്, ത്രിബന്ധനമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആൽക്കൈൻ ഗ്രൂപ്പുകളാണ്. അവരെ നമ്മൾ കാർബൺസിൻ്റെ ഇപ്പോൾ CH ഇതിൻ്റെ ഇടയിൽ വരുന്നത് 3 ബോണ്ടാണ് അല്ലേ. ഇതിന് നമ്മൾ പറയുന്നത് ഈത് ഐൻ എന്നാണ് കേട്ടോ. ഓക്കെ, ഈതൈൻ എന്നാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം ഓരോരോ കാർബൺസിൻ്റെ നമ്പർ മാറുമ്പോഴും എങ്ങനെയൊക്കെയാണ് പേര് മാറുന്നത് എന്നുള്ളത്. ഒരു CH4 എന്നുള്ളത് വേറെ ആരും കൂടാതാവുമ്പോൾ 4 ഹൈഡ്രജനാണ് കാർബണിൻ്റെ കൂടെ ഉണ്ടാവുക. അപ്പോൾ അവർ ഒരു കാർബൺ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം മീതാണ്. അതിൻ്റെ കൂടെ ANE ചേർത്താൽ മീഥൈൻ എന്നായി. ഓക്കെ, ഇനി ഇവിടെ തന്നിട്ടുള്ളത് 3 കാർബൺ ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് അല്ലേ. 3 കാർബൺ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പേര് പ്രൊപ്പ് എന്നാണ്. പ്രൊപ്പിൻ്റെ കൂടെ ANE എന്ന് നമ്മൾ ചേർത്തു. അപ്പോൾ പ്രൊപ്പൈൻ എന്നായി. ഇനി മലയാളം എഴുതാനാണ് പണിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ. പ്രൊപ്പെയിൻ ഇങ്ങനെയാണ് കേട്ടോ. ഓക്കെ, ഈ ഐനാണ് ചേർക്കേണ്ടത്. ഓക്കെ, നമ്മൾ
മലയാളം എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ഇംഗ്ലീഷ് എഴുതുമ്പോൾ പെട്ടെന്ന് ANEയും YNEയും ചേഞ്ച് ഉണ്ടെന്ന് മനസ്സിലാവും. പക്ഷെ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ എപ്പോഴും അയിന്ന് തന്നെയല്ലേ പറയുക. ഓക്കെ, ഇനി 3 കാർബൺ ഉള്ളത് നമ്മൾ പറഞ്ഞു. ഇനി 4 കാർബൺ ഉള്ളത്. 4 കാർബൺ ഉണ്ടാകുമ്പോൾ ബ്യൂട്ട്, അതിൻ്റെ കൂടെ ANE ചേർത്തപ്പോൾ ബ്യൂട്ടൈൻ. ഇനി ഇതിൽ എത്ര കാർബണാണ്? 1 2 3 4 5 6. 6 കാർബൺ ഉണ്ടാകുമ്പോൾ ഹെക്സ് ആണ്, അതിൻ്റെ കൂടെ ANE ചേർത്തു, അപ്പോൾ ഹെക്സൈൻ എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഒരു ശാഖയുള്ള ആൽക്കെയിനിൻ്റെ പേര് കൊടുക്കൽ എങ്ങനെയാണെന്നാണ് നോക്കാൻ പോണത്. ഒരു ശാഖ ഉണ്ടാകുമ്പോൾ ഇതിനെ നമ്മൾ ശാഖക്ക് ആദ്യം പേര് മനസ്സിലാക്കണം. ഇപ്പം നമുക്ക് അറിയാം പിന്നെ ചെയിന് മാത്രമാകുമ്പോൾ എങ്ങനെയാണ് പേര് കൊടുക്കുകയെന്ന്. ശാഖ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ശാഖക്ക് ചെറിയ നമ്പർ വരുന്ന രീതിയിൽ നമ്മൾ നമ്പർ കൊടുക്കുക ചെയിനിൽ. ഇപ്പോൾ നോക്കിയേ, ഇവിടെ 1 2 3 4 5 ഇങ്ങനെ നമ്പർ കൊടുക്കുക. എന്നിട്ട് ഇത് എത്രാമത്തെ കാർബണിലാണ് ഈ ഒരു ശാഖ വന്നിട്ടുള്ളത് നോക്കണം. അപ്പോൾ നമുക്കറിയാം ഇത് 4ാമത്തെ കാർബണിലാണ് ശാഖ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത തിരിച്ചും നമ്മൾ നമ്പർ ഇടണം. 1 2 3 4 5. ഇപ്പോഴോ, ഇപ്പോൾ 2ാമത്തെ കാർബണിലാണ് ഈ ഒരു CH3 കിടക്കുന്നത്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? സ്മോളസ്റ്റ്, ചെറിയ സ്ഥാനസംഖ്യ വരുന്ന രീതിയിൽ നമ്പർ നൽകണം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ 2 ആണ് എടുക്കേണ്ടത്. ഈ താഴെ നിന്ന് ഇങ്ങോട്ടിട്ട ഈ നമ്പറിൽ 2 എന്ന് കിട്ടിയതാണ് ചെറിയ സംഖ്യ അല്ലേ, അതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഈ CH3 എന്ന് വരുമ്പോൾ ഇവരെ വിളിക്കുന്നതാണ് മീഥൈൽ എന്ന്. ഇത് മൊത്തത്തിൽ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആണ്. ഈ CH3 എന്ന് വരുമ്പോൾ മീഥൈൽ എന്നാണ് വിളിക്കുക. നോക്കിയേ, ശാഖക്ക് വേറെ പേരുകൾ വരുമ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കുക. ഇവിടെ പിന്നെ CH3 എന്ന് വന്നപ്പോൾ മീഥൈൽ നമ്മളിപ്പോൾ പറഞ്ഞു. അതുപോലെ CH2 CH3 എന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈഥൈൽ എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ പേര് കൊടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഈ ഓരോ ചോദ്യത്തിനും ഉത്തരം കൊടുക്കാം. അപ്പോൾ നമുക്ക് പേര് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും കേട്ടോ. നോക്കിക്കോ, മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. മുഖ്യ ചെയിൻ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കാർബൺസ് ഉള്ള ചെയിന്. അപ്പോൾ ഇവിടെ എത്രയാണ്? 5 എണ്ണം അല്ലേ, അപ്പോൾ 5. ഇനി പദമൂലം എന്ന് പറയുന്നത് 5 കാർബൺ ആറ്റം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താണ് പേര് കൊടുക്കുക എന്നുള്ളതാണ്. മീത്, ഈത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ് അല്ലേ. ഓക്കെ, പെൻറ്റ്. ഇനിയോ പിൻപ്രത്യയം. പിൻപ്രത്യയം എന്താണ്? ലാസ്റ്റ് നമ്മൾ കൊടുക്കൂലേ, ഐൻ. ഇനി ശാഖ വരുന്ന ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേര് എന്താണ്? ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേര് മീഥൈൽ. ഓക്കെ, ഇനി ശാഖയുടെ സ്ഥാനം നമ്മൾ കണ്ടുപിടിച്ചിട്ട് സ്മോളസ്റ്റ് സംഖ്യ കിട്ടിയത് എത്ര ആയിരുന്നു? 2 അല്ലേ. 2 സൈഡിൽ നിന്നും നമ്പർ ഇട്ടപ്പോൾ 2 ആണ് ചെറുത് കിട്ടിയത്. അപ്പോൾ 2 ഇതൊക്കെ കൊടുത്തു. ഇനി നമുക്ക് IUPAC നെയിം എഴുതി നോക്കാം. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ IUPAC നെയിം എഴുതാൻ സിമ്പിളാണ്. നോക്കിക്കോ, ആദ്യം ഇവിടെ വെച്ചിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. ശാഖയുടെ സ്ഥാനസംഖ്യ ഏതാ? നമുക്ക് ശാഖയുടെ സ്ഥാനസംഖ്യ കിട്ടിയേ 2 അല്ലേ. 2 കൊടുത്തു. ഇനി നമ്മൾ കൊടുക്കേണ്ടത് ഹൈഫൺ കൊടുത്തു. ഇനി ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേര്. ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ശാഖ ഏതാണ്? മീഥൈൽ. ഇനി നമ്മൾ കൊടുക്കേണ്ടത് എന്താ? പദമൂലം പ്ലസ് ഐന്. പദമൂലം 5 കാർബൺ ആകുമ്പോൾ പെൻറ്റ് അല്ലേ. അതിൻ്റെ കൂടെ നമുക്ക് ഐനും കൂടി കൊടുത്താൽ പെൻറ്റെയിൻ. അപ്പോൾ 2 മീഥൈൽ പെൻറ്റെയിൻ എന്ന് കിട്ടി. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഒരു ബ്രാഞ്ചുള്ള സംയുക്തത്തിന് പേര് കൊടുക്കൽ
ക്ലിയറായി. ഇനി 2 ബ്രാഞ്ച് ഉള്ളത് എങ്ങനെയാണ് കൊടുക്കുക നോക്കാം. ഇവിടെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. 2 ബ്രാഞ്ച് വന്നതുകൊണ്ട് മുന്നിൽ ഡൈ എന്ന് ചേർത്ത് കൊടുക്കണം. 3 ബ്രാഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഈ മീഥൈൽ ഗ്രൂപ്പിൻ്റെ മീഥൈൽ എന്ന് നമ്മൾ ശാഖയുടെ പേര് പറയൂലേ, അതിൻ്റെ മുന്നിലായിട്ട് ഡൈ, ഡ്രൈ, ഡെഡ്ര ഇങ്ങനെ കൊടുക്കണം. 2 എണ്ണം ആണെന്നുണ്ടെങ്കിൽ ഡൈ, 3 ആണെന്നുണ്ടെങ്കിൽ ഡ്രൈ, 4 ആണെന്നുണ്ടെങ്കിൽ ഡെഡ്ര, ഇങ്ങനെയാണ് പേര് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പേരൊന്ന് നമുക്ക് ചെയ്തു നോക്കാം കേട്ടോ. ഇവിടെ നോക്കിയേ, നമുക്ക് നമ്പർ ഇട്ട് പോയാൽ ഇവിടെ 3, 4, 5, 6 ആണ് ഒരു സൈഡിൽ നിന്ന് നമ്പർ ഇടുമ്പോൾ കാർബൺസിൻ്റെ ശാഖയുടെ സ്ഥാനം വരുന്നത്. അപ്പോൾ നമുക്ക് മറ്റേ സൈഡിൽ നിന്ന് നമ്പർ ഇടുമ്പോഴോ ഇത് 2ാമത്തതും ഇത് 3, 4, 5 അല്ലേ, 5ാമത്തതിലും ആണ് കിടക്കുന്നത്. ഫുള്ളായിട്ട് നമ്പറുടെ ആകെ സ്ക്രീൻ ആകെ ഇതാവുമെന്ന് വിചാരിച്ചിട്ട്, വൃത്തികേടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടാത്തത് കേട്ടോ. ഇതിൽ സ്മോളസ്റ്റ് സംഖ്യയാണ് നമ്മൾ എടുക്കേണ്ടത്. സ്മോളസ്റ്റ് സംഖ്യ ഏതാണ്? 3, 6 ആണോ? 5, 2 ആണോ? ഇതാ ഇവിടുന്ന് നമ്മൾ തുടങ്ങിയ 2ഉം 5ഉം എന്നുള്ളതാണ് സ്മോളസ്റ്റ് സംഖ്യ അല്ലേ. അപ്പോൾ 2, 5 നമ്മൾ എടുക്കാം. ഓക്കെ, നമുക്ക് എഴുതി വെക്കാം അല്ലേ. നമ്മൾ 2 സ്ഥാനസംഖ്യ 3 സ്ഥാനസംഖ്യ ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കോമ ഇട്ടിട്ട് എഴുതുക, എന്നിട്ട് ഹൈഫൺ കൊടുക്കുക മറ്റേതുപോലെ തന്നെ. ഇവിടെ 2 ശാഖ വരുന്നത് കൊണ്ട് ഇവിടുത്തെ കണ്ടോ ഡൈ എന്നാണ് കൊടുക്കേണ്ടത്. 3 എണ്ണം ഉണ്ടെങ്കിൽ ഡ്രൈ അങ്ങനെ പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ ഡൈ. ഇനി ശാഖ ഏതാണോ എന്നാണ് നോക്കണ്ടേ അല്ലേ. ശാഖ CH3 ആണ്. അപ്പോൾ ഡൈ മീഥൈൽ. ഇനി എത്ര കാർബൺസ് ആണ് ഇവിടുത്തെ മുഖ്യ ചെയിനിൽ വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കണം. ആദ്യം അതൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് കേട്ടോ എഴുതണ്ടേ. അപ്പോൾ നോക്കിയേ, 1, 2, 3, 4, 5, 6, 7 7 കാർബൺസ് ആണല്ലേ. 7 കാർബൺസ് ഉണ്ടാവുമ്പോൾ എന്താ വരിക? ഹെപ്റ്റിൻ്റെ കൂടെ നമ്മൾ പിൻപ്രത്യേകമായിട്ട് എന്ത് ചേർക്കണം? എയിൻ ചേർക്കണം അല്ലേ. അപ്പോൾ ഹെപ്റ്റെയിൻ. മനസ്സിലായോ എങ്ങനെയാ ഉത്തരം കിട്ടുന്നതെന്ന്? 2,5-ഡൈമീഥൈൽ ഹെപ്റ്റെയിൻ എന്ന് ഉത്തരം കിട്ടിയിട്ടോ. ഇനി നോക്കിയേ, ഇവിടെ നമുക്ക് ദ്വിബന്ധനം വന്നിട്ടുള്ളതാണ്. ദ്വിബന്ധനം വന്നിട്ടുള്ളതിന് ചെറിയ വ്യത്യാസമുണ്ട് അല്ലേ. ഇവിടെയും നമ്മൾ എണ്ണി നോക്കി, കാർബൺസിൻ്റെ എണ്ണം നോക്കിയിട്ട് പദമൂലം കണ്ടുപിടിച്ചിട്ട് ആദ്യം പദമൂലം എഴുതാം. ആദ്യം പദമൂലമാണ് എഴുതേണ്ടത്. ഇവിടെ 4 എണ്ണം ആയതുകൊണ്ട് ബ്യൂട്ട്. അതിനുശേഷം എന്താണ് ഇവിടെ 1 എന്ന് എഴുതിയിട്ടുള്ളത്? ഈ ദ്വിബന്ധനത്തിൻ്റെ സ്ഥാനമാണ്. ദ്വിബന്ധനത്തിൻ്റെ സ്ഥാനം 1ാമത്തെ കാർബൺ കഴിഞ്ഞിട്ടായതുകൊണ്ടാണ് 1 എന്ന് എഴുതിയിട്ടുള്ളത് ഇവിടെ. പിന്നെ ദ്വിബന്ധനം ആയതുകൊണ്ടാണ് ഈൻ വന്നത്. മലയാളം ആവുമ്പോൾ ഈൻ എന്നാണ് വരിക കേട്ടോ. ഈൻ വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 2ാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ നമ്മൾ എഴുതും? ദ്വിബന്ധനത്തിൻ്റെ സ്ഥാനം ഇവിടെ കിടക്കുന്നത് 2ാമത്തെ കാർബൺ കഴിഞ്ഞിട്ടാണ് അല്ലേ. 2ാമത്തെ കാർബൺ കഴിഞ്ഞിട്ടായതുകൊണ്ട് നമ്മൾ എഴുതുന്നത് എത്ര കാർബൺസ് ഉള്ളത്? 4 കാർബൺസ്. 4 കാർബൺസ് ഉണ്ടാകുമ്പോൾ ബ്യൂട്ട്, പിന്നെ ഹൈഫൺ കൊടുക്കുക. പിന്നെ എന്താ എഴുതണ്ടേ? ദ്വിബന്ധനത്തിൻ്റെ സ്ഥാനം 2 ആണല്ലേ. 2 ഹൈഫൺ ഈൻ എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി ഞാൻ പറയട്ടെ, ഇവിടെ ത്രിബന്ധനമാണെന്ന് വിചാരിച്ചോ. ഇവിടെ ഒരു ത്രിബന്ധനം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? അതേപോലെ തന്നെ കാർബൺസിൻ്റെ എണ്ണം അനുസരിച്ചിട്ട് ബ്യൂട്ട് അവിടെ ഇതല്ലേ വന്നിട്ടുള്ളത്, എന്ത് 4 കാർബൺ ഹൈഫൺ, എന്നിട്ട് ത്രിബന്ധനം വന്നതിൻ്റെ സ്ഥാനം അവിടെ 2 തന്നെ 2 കൊടുത്തു. പിന്നെ എന്താണ് അതിലൊരു ചേഞ്ച് വരുന്നത്? YNE
ഐനാണ് കേട്ടോ. മനസ്സിലായോ? YNE എന്ന് വരും ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ. ഇനി ഒരു ചോദ്യം കൂടെ പറഞ്ഞുതരാം. നമ്മൾക്ക് IUPAC നിയമം തന്നിട്ടുണ്ട്. അവിടെ നമുക്ക് കോമ്പൗണ്ട് എഴുതാൻ പറഞ്ഞു, സംയുക്തം എഴുതാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാൻ നോക്കാം. ആദ്യം വലിയ ബ്രാഞ്ച് ഉള്ളൊരു ക്വസ്റ്റ്യൻ തന്നെ ഞാൻ തരാം. എങ്ങനെയാണെന്ന് നോക്കാം. 3 dimethyl ഹെക്സെയിൻ. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എങ്ങനെ എഴുതും മക്കളെ? ആദ്യം നമ്മൾ എങ്ങോട്ടാണ് നോക്കണ്ടേന്നറിയോ? ഈ ഹെക്സെയിൻ എന്ന് പറഞ്ഞില്ലേ, ഹെക്സ് എന്നുണ്ടാവുമ്പോൾ എത്ര കാർബനാണ് ഉണ്ടാവുക? 6 കാർബൺ ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ 6 കാർബൺ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? എല്ലാത്തിനും ഹൈഫൺ കൊടുക്കുക. ഇനി നമ്മൾ നോക്കേണ്ടത് എവിടെയൊക്കെയാണ് ഇവിടെ ശാഖ വരുന്നത്. ശാഖ വരുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കുക? ഈ ഫസ്റ്റിൽ പൊസിഷൻ ഉണ്ട് അല്ലേ, ശാഖയുടെ പൊസിഷൻ ഉണ്ട് തന്നിട്ട്. അപ്പോൾ മൂന്നാമത്തതിലാണ് ശാഖ വരുന്നത്. 2 പ്രാവശ്യം ശാഖ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യുക? മൂന്നാമത്തതിൽ താഴേക്കും മുകൾക്കും ശാഖ വരച്ചു കൊടുക്കുക. മീഥൈൽ ഗ്രൂപ്പ് ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മീഥൈൽ എന്ന് വരുമ്പോൾ CH3 ആണ് അല്ലേ, CH3. ഇത്രയും നമ്മൾ ചെയ്തു. ഇപ്പം നമ്മളെല്ലാം ചെയ്തു. ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എല്ലാം ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ? ഹൈഡ്രജനെ കൊടുക്കണം അല്ലേ. ഹൈഡ്രജനെ കൊടുക്കാനുള്ള മാർഗം എന്ന് വെച്ചാൽ ശ്രദ്ധിക്കാം. ഈ കാർബണിൻ്റെ ചുറ്റിലുമുള്ള ഹൈഫൺ നമ്മൾ നോക്കിയിട്ട് ആ ഹൈഫണും ഹൈഡ്രജനും കൂട്ടിയിട്ട് 4 എണ്ണമാണ് വരേണ്ടത്. ഒരു കാർബണിൻ്റെ ചുറ്റിലും 4 ഹൈഡ്രജനാണ് എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഹൈഫൺ പോകണമെന്നുണ്ടെങ്കിൽ ആ ഹൈഡ്രജൻ 4ൽ നിന്നും ആ ഒരു ഹൈഫൺ മൈനസ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിച്ചാൽ അപ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ ചുറ്റിലും എന്ന് പറഞ്ഞാൽ ഒരു ബോണ്ടാണ് പോണത്, ഒരു ഹൈഫണാണ് പോണത്. അപ്പോൾ ആ 4ൽ നിന്ന് ആ 1നെ മൈനസ് ചെയ്ത് നമുക്ക് 3 കിട്ടുക. അപ്പോൾ 3 ഇവിടെ ഹൈഡ്രജൻ വരുന്നത്. ഇനി അടുത്തതിൽ നോക്കിയേ, 2 സൈഡിലും ഹൈഫൺ ഉണ്ട് അല്ലേ, ചുറ്റുഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 സൈഡിലും ഹൈഫൺ ഉള്ളതുകൊണ്ട് ആ 4 ഹൈഡ്രജനിൽ നിന്നും 2 എണ്ണം നമ്മൾ മൈനസ് ചെയ്താൽ അവിടെ കിട്ടുന്നത് നമുക്ക് H2 ആണ്. ബാക്കി 2 എണ്ണം മതി. അടുത്തതിൽ നോക്കിയാൽ ചുറ്റുഭാഗത്തും എത്ര ഹൈഫണാണുള്ളത്? 4 ഹൈഫൺ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ ഹൈഡ്രജൻ വേണോ? ഹൈഡ്രജൻ്റെ ആവശ്യമില്ല. ഹൈഡ്രജന് ഓൾറെഡി ഉണ്ട്, അപ്പോൾ അത് വേണ്ട കേട്ടോ. ഇനി അടുത്തതിൽ 2 സൈഡിലും ഹൈഡ്രജൻ ബോണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി 2 സൈഡിലും ബോണ്ട് നമ്മൾ ബാക്കി 2 ഹൈഡ്രജനെ കൊടുക്കുക. ഇതിലും ഇതേപോലെ തന്നെ 2 ബോണ്ട് ബാക്കി 2 ഹൈഡ്രജനെ കൊടുക്കുക. ഇതിലോ ഒരു ബോണ്ടാ പോണത് അല്ലേ ബാക്ക് ഭാഗത്ത്. അപ്പോൾ ബാക്കി 3 ഹൈഡ്രജൻ ഉണ്ടാവും. മനസ്സിലായോ? ഇനി നോക്കി നമുക്ക് പഠിക്കാനുള്ളതാണ് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ. ഫങ്ഷണൽ ഗ്രൂപ്പുകളിൽ 6 ആൾക്കാരുണ്ട്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, കാർബോക്സിൽ ഗ്രൂപ്പ്, ആൽഡിഹൈഡ് ഗ്രൂപ്പ്, കീറ്റോ ഗ്രൂപ്പ്, ഹാലോ ഗ്രൂപ്പ്, ആൽക്കോക്സി ഗ്രൂപ്പ്. ഇവയിൽ ഓരോന്നിലും ഈ കാർബണോ ഹൈഡ്രജനോ നമ്മൾ കണ്ടത്, അതിൻ്റെ കൂടെ വേറെ ആരെങ്കിലും കയറി വരും. അപ്പോഴാണ് ഈ ഗ്രൂപ്പുകളുടെ പേരുകൾ മാറുന്നത്. ഇവിടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പില്ലേ, ഇവരെ മനസ്സിലാക്കാൻ ഈ OH എന്നുള്ളത് കണ്ടാൽ മനസ്സിലാക്കാം. ആ ഗ്രൂപ്പിൽ ഒരു OH ഉണ്ടാവും. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്.
ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആകുമ്പം അതിൽ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് OH എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ IUPAC നാമം നമ്മൾ എഴുതുമ്പോൾ നമ്മളിപ്പം ഇവിടെ കണ്ടോ 2 കാർബണും ഒരു OH ഉള്ള ഒരു സംയുക്തമാണ്. ഇതിൽ 2 കാർബണും വരുമ്പോൾ നമ്മൾ എന്താ എപ്പോഴും എഴുതുക? ഈത് എന്നാണല്ലേ, ഈതെയിൻ എന്നല്ലേ എഴുതുക, ഈതെയിൻ എന്നാണ് എഴുതുക. ഇതിൻ്റെ ലാസ്റ്റിലെ ഈ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓൾ എന്ന് ചേർക്കുക, ഓൾ. അപ്പോൾ എത്തനോൾ എന്നായില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന് പേരിടുക. ഈ OH ഉള്ള ഗ്രൂപ്പുകളെ നമ്മൾ ആൽക്കഹോൾ ഗ്രൂപ്പുകൾ എന്നും വിളിക്കും കേട്ടോ. അപ്പോൾ ആ ആൽക്കഹോളും ഈ ഓളും കൂടെ നമുക്ക് കമ്പൈൻ ചെയ്യാൻ എളുപ്പമല്ലേ. അപ്പോൾ എത്തനോൾ എന്ന് കിട്ടി. ഇനി 3 ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? പ്രൊപ്പനോൾ എന്ന് വരും അല്ലേ, അങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഇതിൽ 2ൽ കൂടുതൽ കാർബണാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷനും കൂടെ പറയണം. ഇവിടെ നോക്കിയേ, ഇവിടെ 4 കാർബണാറ്റം ഉണ്ട്. അതിൽ രണ്ടാമത്തതിൽ ഈ OHും വന്നിട്ടുണ്ട് ബ്രാഞ്ചായിട്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഈ OHൻ്റെ പൊസിഷൻ പറയുക. ഇതിൽ നോക്കിയേ, എപ്പോഴും നമ്മൾ ചെറിയ സംഖ്യ തന്നെ എടുക്കുക. ഇവിടുന്ന് എണ്ണുമ്പോൾ രണ്ടാമത്തതിലാണ് ഈ OH വരുന്നത്, ഇവിടുന്ന് എണ്ണുമ്പോൾ മൂന്നാമത്തേലാണ്. അപ്പോൾ നമുക്ക് 2 തന്നെ എടുത്താൽ മതി. ഈ 2 അപ്പോൾ ബ്യൂട്ടൈൻ നമ്മൾ എഴുതൂലേ, ആൽക്കൈനിന് 4 ആവുമ്പോൾ ബ്യൂട്ടൈൻ എന്നല്ല എഴുതുക. ബ്യൂട്ടൈൻ എന്ന് എഴുതുമ്പോൾ ബ്യൂട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു ANE കൊടുക്കുന്നതല്ലേ ഈ ബ്യൂട്ടൈൻ കിട്ടുന്നത്. അതിലെ ഈ ഈനെ നമ്മൾ ഒഴിവാക്കുക. എന്നിട്ട് ഇപ്പം എന്തായി? ബ്യൂട്ടൻ എന്നായില്ലേ. എന്നിട്ട് നമുക്ക് ഹൈഫൺ കൊടുക്കണം. ഇവിടെ രണ്ടാമത്തെ സ്ഥാനത്താണ് OH നിൽക്കുന്നത്. 2 എന്ന് കൊടുക്കുക, വീണ്ടും ഹൈഫൺ കൊടുക്കുക, എന്നിട്ടാണ് ഓൾ ചേർക്കേണ്ടത്. അപ്പോൾ 2ൽ കൂടുതൽ കാർബണാറ്റം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ പൊസിഷൻ നമ്മൾക്ക് കൊടുക്കണം, സെൻട്രലായിട്ട് പൊസിഷൻ കൊടുക്കുക. നമ്മൾ ദ്വിബന്ധനം ത്രിബന്ധനം ഒക്കെ ഉള്ളതിന് പറഞ്ഞ പോലെ കേട്ടോ. ഓക്കെ, അപ്പോൾ പിന്നെ ഇവിടെ നോക്കിയ 3 കാർബണും ഒരു OHും വന്നിട്ടുള്ളത്. ഇവിടെ എങ്ങനെയാ നമ്മൾ സ്ഥാനം നോക്കണേ? ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് എണ്ണാണെന്നുണ്ടെങ്കിൽ 1ാമത്തെ പൊസിഷനിലാണ് ഈ OH നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് എണ്ണുന്നുണ്ടെങ്കിൽ 3ാമത്തെ കാർബണിലാണ് ഈ OH നിൽക്കുന്നത് അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണുമ്പോൾ 1ാമത്തെ കാർബണിലും ഇവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണുമ്പോൾ 3ാമത്തെ കാർബണിലും. അപ്പോൾ നമ്മൾ ചെറിയത് എടുക്കണം അല്ലേ, 1 എന്നുള്ളത് എടുക്കാം. 3 കാർബൺസ് ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രൊപ്പൻ എന്ന് ചേർക്കും. അതിനുശേഷം 1 എന്നുള്ള പൊസിഷൻ കൊടുക്കുക, വീണ്ടും ഹൈഫൺ കൊടുക്കുക, ഓൾ എന്ന് കൊടുക്കുക. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഈ അജിനോമോട്ടോ എന്ന് പറയുന്ന സാധനമില്ലേ, മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്, MSG എന്നൊക്കെ പറയുന്ന നമ്മുടെ പലഹാരങ്ങൾ ബേക്കറി ഐറ്റംസിലൊക്കെ ടേസ്റ്റ് കൂടാൻ വേണ്ടി ചേർക്കുന്ന സാധനമാണല്ലേ. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, എന്ത് ചേർത്തിട്ടാണ് നോക്കാം. ഇതാണ് കാർബോക്സിൽ ഗ്രൂപ്പ്. കാർബോക്സിൽ ഗ്രൂപ്പിന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് COOH. ഇതായിരിക്കും ഇതിലെ ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പം ഇവരെ നമ്മൾ അവിടെ പറഞ്ഞ പോലെ തന്നെ ഈ ഈനെ മാറ്റുന്നു, ഓയിക് ആസിഡ് എന്ന് ചേർക്കുന്നു. അപ്പോൾ നമുക്ക് സംയുക്തങ്ങൾക്കനുസരിച്ച് പേരെടുത്ത് നോക്കാം. ഇവിടെ ഒരു ഹൈഡ്രജനും ഒരു കാർബണും ബാക്കി ഹൈഡ്രജനും ഓക്സിജനും ഒക്കെയാണ് അല്ലേ. എന്താ ചേർക്കണ്ടേ? ഒരു കാർബൺ ആവുമ്പോൾ മീതെയിൻ എന്നല്ലേ നമ്മൾ എഴുതുന്നത്. അതിൻ്റെ ലാസ്റ്റത്തെ ഈനെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നോക്കടാ. ഒരു കാർബൺ ആവുമ്പോൾ മീതെയിൻ എന്ന് നമ്മൾ എഴുതും. ഇതിലെ ലാസ്റ്റിലെ ഈനെ മാറ്റണം. എന്നിട്ട് നമ്മൾ എന്ത് ചേർക്കണം? ഓയിക് ആസിഡ്. ഓയിക് ആസിഡ് മനസ്സിലായോ? ഇപ്പം മെഥനോയിക് ആസിഡായി. അതേപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്ത് നോക്കാം.
നോക്കിയേ ഇവിടെ എത്ര കാർബണാ ഉള്ളത്? 2 കാർബൺ ഇല്ലേ? 2 കാർബൺ ഉണ്ടാവുമ്പോൾ എത്തനോയിക് ആസിഡ് എന്ന് വരും. ഇവിടെയോ കാർബൺസിൻ്റെ എണ്ണം 1 2 3 4 കാർബൺ ഉണ്ടാവുമ്പോൾ ബ്യൂട്ടനോയിക് ആസിഡ് എന്ന് വരും അല്ലേ? ഇവിടെ പ്രൊപ്പനോയിക് ആസിഡ് ആകുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം പറഞ്ഞേ മക്കളെ? CH3 CH2 COOH. ഇപ്പം 3 കാർബൺ ആയില്ലേ പ്രൊപ്പനോയിക് ആസിഡ്. അപ്പോൾ ഈ COOH ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ ചേർക്കേണ്ടതാണ് ഓയിക് ആസിഡ്. ഓക്കെ അല്ലേ? ഇനി ആൽഡിഹൈഡ് ഗ്രൂപ്പുകളിൽ CHO ആണ് ഉണ്ടാവുക. അവരെ നമ്മൾ പേരിടുന്നത് ആൽക്കനാൽ എന്നാണ്. AL ആണ് ചേർക്കുക. ഈ ഈനെ നമ്മൾ മാറ്റും, AL ചേർക്കും. ഇപ്പം 3 കാർബൺ ആണ് ഇതിലുള്ളത് അല്ലേ? അതിൽ 3 കാർബൺ ഉണ്ടാകുമ്പോൾ പ്രൊപ്പെയിൻ എന്ന് പറയില്ല നമ്മൾ? പ്രൊപ്പെയിൻ ഇതിലെ ലാസ്റ്റിലെ ഈനെ മാറ്റുക, എന്നും കൂടി പോയില്ലേ? ഈനെ മാത്രം മാറ്റിയാൽ മതി, പ്രൊപ്പൻ എന്ന് കിട്ടും. അതിൻ്റെ കൂടെ നമ്മൾ AL എന്ന് ചേർക്കുക, ആൾ എന്ന് ചേർക്കുമ്പോൾ പ്രൊപ്പനാൾ എന്ന് കിട്ടും. ഇത് പിന്നെ മെഡിസിൻസ് അതുപോലെ സോപ്പ് നിർമ്മാണം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അടുത്തതാണ് കീറ്റോ ഗ്രൂപ്പ്. കീറ്റോ ഗ്രൂപ്പിൽ പിന്നെ CO ആണ് ഉണ്ടാവുക കേട്ടോ. CO നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇത് പിന്നെ സെൻറ്ററിലൊക്കെ ആയിട്ട് വരും, അതുകൊണ്ട് തന്നെ പൊസിഷൻ കൊടുക്കണം. ഇത് തലക്ക് വരൂല കേട്ടോ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഓൺ എന്നാണ് ചേർക്കേണ്ടത്. നമ്മൾ അതേപോലെ തന്നെ ലാസ്റ്റിലെ ഈനെ മാറ്റും, ഓൺ ചേർക്കും. അപ്പോൾ ഇവിടെ നോക്കിയ 2 പിന്നെ കാർബൺ നേരെ പോയിട്ടുണ്ട്, അതിനൊരു ശാഖ പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് അല്ലേ? പക്ഷെ ഇതിൽ 3 കാർബൺസ് ഉണ്ട്. അപ്പോൾ പ്രൊപ്പൻ അല്ലേ? പ്രൊപ്പന് അതിൻ്റെ കൂടെ ഓൺ ചേർത്ത്. ഇവിടെ നോക്കിയ 5 കാർബൺ ആണുള്ളത്. 5 കാർബൺ ഉണ്ട്. CO വന്നിട്ടുള്ളത് ഇവിടെയാണ്. ഇങ്ങോട്ട് എണ്ണുമ്പോൾ 4ാമത്തെ പൊസിഷനിലാണ്, ഇവിടുന്ന് ഇങ്ങോട്ട് എണ്ണുമ്പോൾ 2ാമത്തെ പൊസിഷനിലാണ്. ഈ പൊസിഷൻ നമ്മൾ ചെറുതെടുക്കണം എപ്പോഴും. അപ്പോൾ പെൻറ്റെയിൻ എന്ന് എഴുതിയപ്പോഴുള്ള നമുക്ക് 5 കാർബൺ ഉണ്ടാകുമ്പോൾ പെൻറ്റെയിൻ ആണല്ലോ, പെൻറ്റെയിൻ. ഇതിനെ നമ്മൾ ഈ ലാസ്റ്റത്തെ ഈനെ മാറ്റിയിട്ട് പെൻറ്റൻ എന്നാക്കിയിട്ട് ഹൈഫൺ കൊടുക്കുക. ഹൈഫൺ കൊടുത്തിട്ട് ഇതിലെ ചെറിയ സ്ഥാനം നമ്മൾ എഴുതുക. അപ്പോൾ 2 അല്ലേ ചെറുത്, മറ്റേ സൈഡിൽ നിന്ന് എണ്ണുമ്പോൾ 4ലാണ്. അപ്പോൾ 2 നമുക്ക് എടുക്കാം, 2 കൊടുക്കാം, എന്നിട്ട് ഹൈഫൺ കൊടുക്കാം. എന്നിട്ട് കീറ്റോ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഓൺ എന്ന് കൊടുക്കാം. ഓക്കെ, കിട്ടിയോ? മനസ്സിലായില്ലേ? അടുത്തതാണ് ഹാലോ ഗ്രൂപ്പ്. 5 ഗ്രൂപ്പുകളായിട്ട്. അപ്പം ഹാലോ ഗ്രൂപ്പിൽ 4 ആളുകളാണുള്ളത്, ഫ്ലൂറോ, ക്ലോറോ, ബ്രോമോ, അയഡോ. ഇവരെ നമ്മൾ എങ്ങനെയാണ് പേര് കൊടുക്കേണ്ടതെന്ന് നോക്കാം. ഇതിൽ ഓരോരുത്തർ വന്നാലും ഹാലോ ഗ്രൂപ്പിൽ പെട്ടവർ തന്നെയാണ്. ആദ്യം ഹാലോ ഗ്രൂപ്പിൻ്റെ സ്ഥാനമാണ് കൊടുക്കേണ്ടത്, എന്നിട്ട് ഹൈഫൺ കൊടുക്കുക, ഹാലോ ഗ്രൂപ്പിൻ്റെ പേര് കൊടുക്കുക, ആൽക്കെയിൻ്റെ പേര് കൊടുക്കുക. ഹാലോ ഗ്രൂപ്പിൻ്റെ സ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രാഞ്ചിൻ്റെ സ്ഥാനം നോക്കിയിരുന്നില്ല, അതേപോലെ കേട്ടോ. നോക്കിക്കോ, ഇവിടെ ഒരു ക്ലോറോ ആണ് വന്നിട്ടുള്ളത്, ക്ലോറോ. ഈ ഹാലോ ഗ്രൂപ്പ് എന്ന് പറയുന്നതാണ് ക്ലോറോ. ഇതിൻ്റെ സ്ഥാനം ഇവിടുന്ന് നമ്മൾ കാർബൺസിനെ എണ്ണി നോക്കുക. ഈ സീനെ നമ്മൾ കാർബൺ ആയി കൂട്ടരുത് കേട്ടോ, ഇത് ക്ലോറിനാണ്. ഇതിൽ നോക്കിയ സ്ഥാനം 3ാമത്തെ കാർബണിലാണ് ഈ ഒരു ക്ലോറിൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ 1ാമത്തെ കാർബണിലാണ്. അപ്പം നമ്മൾ
എന്താണ് പൊസിഷൻ എടുക്കേണ്ടത്? ഹാലോ ഗ്രൂപ്പിന്റെ സ്ഥാനം എടുക്കേണ്ടത് 1, ഒന്നാമത്തെ പൊസിഷനിൽ. എന്നിട്ട് ഹൈഫൺ. ഇനി ഹാലോ ഗ്രൂപ്പിന്റെ പേരാണ് നമ്മൾ കൊടുക്കേണ്ടത്. എന്താ ഹാലോ ഗ്രൂപ്പിന്റെ പേര്? ക്ലോറോ. ക്ലോറോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആൽക്കെയിനിന്റെ പേര്. ആൽക്കെയിന് പ്രൊപ്പെയിൻ ആണ് അല്ലേ? 3 ഇതുള്ളതുകൊണ്ട് പ്രൊപ്പെയിൻ. ഇത്രേ ഉള്ളൂ പണി. ഓക്കെ, അടുത്ത് നമുക്ക് ചെയ്ത് നോക്കാം. ഇതിൽ ഹാലോ ഗ്രൂപ്പിന്റെ സ്ഥാനം ഏതാണ്? ഹാലോ ഗ്രൂപ്പിന്റെ സ്ഥാനം ബ്രോമോ ആണ് വന്നിട്ടുള്ളത്. ബ്രോമോ വന്നിട്ടുള്ള സ്ഥാനം നോക്കിയേ. 2 സൈഡിൽ നിന്നും എണ്ണി നോക്കണം. 2 സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്ന് എണ്ണുമ്പോൾ 3ാമത്തെ കാർബണിലാണ് ബ്രോമോ 2 വന്നിട്ടുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് എണ്ണുമ്പോൾ 2ാമത്തില്ല. അപ്പം നമുക്ക് 2 എടുത്താൽ പോരെ? ഇനി നോക്കിട്ടോ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. 2 2, 2 2 2 എന്നിട്ട് ഹൈഫൺ കൊടുത്തു. എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഡൈ എന്ന് എഴുതണം കേട്ടോ. 2 പിന്നെ ബ്രോമിൻ ഉള്ളതുകൊണ്ട് ഡൈ. ബ്രോമോ, 2ഉം ബ്രോമോ ആണ്. ബ്രോമോ. ഇനി എന്താ എഴുതണ്ടേ? 4 കാർബൺസ് ഉള്ളത്. അപ്പം എന്താ പേര് വരിക? ബ്യൂട്ടെയിൻ. മനസ്സിലായോ? 2 2 ഡൈ ബ്രോമോ ബ്യൂട്ടെയിൻ എന്ന് കിട്ടിയ UPSC നെയിം കേട്ടോ. ഓക്കെ, അടുത്ത ആളാണ് ആൽക്കോക്സി ഗ്രൂപ്പ്. ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഇതിലൊരു O ആണ് ഉണ്ടാവുക. ഈ O എന്താന്ന് വെച്ചാൽ സെൻട്രൽ ആയിട്ടാണ് വരിക. ഇവരെ നമ്മൾ ഈതറുകൾ എന്ന് വിളിക്കും. ഈതറുകൾ എന്ന്. അപ്പോൾ ഈതർ ഗ്രൂപ്പ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഒരു കോമ്പൗണ്ടിൻ്റെ, ഒരു സംയുക്തത്തിൻ്റെ 2 സൈഡിലും ആയിട്ട് വരും. 2 സൈഡിലും ഉണ്ടാവും. ഇത് നടുക്കായിട്ടാണ് വരിക. അപ്പോൾ എങ്ങനെ ഇതിന് പേര് കൊടുക്കാൻ നോക്കാം. ഈ ഈതർ ലിങ്കേജിന്റെ 2 സൈഡിലും ഉള്ള ആൽക്കെയിൻ ഗ്രൂപ്പിന്റെ നീളം കൂടിയതുണ്ടാവുമല്ലോ. ഇപ്പൊ ഇവിടെ ഒരേപോലെയാണല്ലേ. ഇവിടെ കണ്ടോ, ഇതാണ് നീളം കൂടിയത്. ഈ നീളം കൂടിയതിന് ആൽക്കെയിൻ ആയിട്ടും ഇതിനെ ആൽക്കോക്സി ആയിട്ടും പരിഗണിക്കണം. ചെറുതിനെ ആൽക്കോക്സി ആയിട്ടും വലുതിനെ ആൽക്കെയിൻ ആയിട്ടുമാണ് പരിഗണിക്കേണ്ടത്. അപ്പൊ എങ്ങനെയാ വരിക മക്കളെ? നോക്കിയേ, ഇവിടെ 2ഉം ഒരേപോലെയാണല്ലേ. കൂടിയതും കുറഞ്ഞതും നമുക്ക് ഫസ്റ്റ് നോക്കാം. ഇവിടെ നോക്കിയേ, ഒരു എക്സാമ്പിൾ വന്നിട്ടുണ്ട്. ഇത് ചെറുതിന് നമ്മൾ ആൽക്കോക്സി ആയിട്ടാണ്. അപ്പം ഒരു കാർബൺ ഉള്ളത് മീതാണല്ലോ. മീതിൻ്റെ കൂടെ ഓക്സി എന്ന് കൂട്ടിയാൽ മതി. അപ്പം മെത്തോക്സി. പിന്നെ ഇത് 2 കാർബണുള്ള ആൽക്കെയിൻ, മെത്തോക്സി ഈതെയിൻ. ഓക്കെ, 2 കാർബൺ അല്ലേ ഇതില്ലേ. ഇത് ഓക്സി ആയിട്ടും ഇത് എയിനായിട്ടും ആൽക്കെയിൻ ആയിട്ടും പരിഗണിക്കാം. ഇവരെ നോക്കിയേ, ഇത് 2 സൈഡിലും ഒരു കാർബണേ ഉള്ളൂ. അപ്പം ഏതെങ്കിലും ഒന്നിനെ നമ്മൾ ആൽക്കെയിൻ, ഒന്ന് ആൽക്കോക്സി. അപ്പം മെത്തോക്സി മീതെയിൻ എന്ന് വരും. ഇവിടെ നോക്കിയാൽ എങ്ങനെ വരാം? ഒരു സൈഡിൽ ഒന്നുള്ളതുണ്ട്, ഇവിടെ 3 എണ്ണങ്ങളുണ്ട്. അപ്പം 3 എണ്ണുള്ളതിനെ നമ്മൾ വലുതായിട്ട് ആൽക്കെയിൻ ആയിട്ടും ഇത് ആൽക്കോക്സി ആയിട്ടും പരിഗണിക്കാം. അപ്പം ഓക്സിനായിട്ടാണ് നമ്മൾ ഫസ്റ്റ് പേര് പറയേണ്ടത്. ഇവിടെ മെത്തോക്സി പ്രൊപ്പെയിൻ എന്ന് വരും. ഈതോക്സി പ്രൊപ്പെയിൻ അപ്പം നമ്മൾ എങ്ങനെ എഴുതും എന്നാണ് ചോദ്യം. ഈതോക്സി പ്രൊപ്പെയിൻ. അത് നമുക്ക് ഓക്സിനെ തന്നെ ഫസ്റ്റ് ആണ്ട് എഴുതി കൊടുക്കാം. ഈതോക്സി എന്ന് പറയുമ്പോൾ CH3 CH2 പിന്നെ O കൊടുക്കാം. അവിടെ നമ്മൾ കൊടുത്തു. ഇനി പ്രൊപ്പെയിന് ലാസ്റ്റ് എഴുതി കൊടുത്താൽ മതി. 1 2
3 കാർബൺ ഉള്ളത് നമ്മൾ ഹൈഡ്രജനെ കൊടുത്തിട്ട് അങ്ങോട്ട് എഴുതി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ ഈതോക്സിയും വന്നു, ഒരു സൈഡിൽ പ്രൊപ്പൈനും വന്നു. ആൽക്കോക്സി ഗ്രൂപ്പും ആൽക്കൈൻ ഗ്രൂപ്പും രണ്ട് സൈഡിലായിട്ട് വന്നു. ഓക്കെ അല്ലേ? അടുത്തതാണ് മക്കളെ ഐസോമെറിസം. ഐസോമെറിസം 4 എണ്ണമാണ് നമുക്ക് നോക്കേണ്ടത്. ഇതെന്താണ് ഐസോമെറിസം എന്ന് പറഞ്ഞാൽ ഒരേ തന്മാത്രാവാക്യമായിരിക്കും, പക്ഷെ അതിൻ്റെ സ്വഭാവങ്ങളൊക്കെ വ്യത്യാസമായിരിക്കും. അതിൻ്റെ സംയുക്തങ്ങൾ വ്യത്യാസം ഉണ്ടാവും. ആ സംയുക്തങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. പക്ഷേ തന്മാത്രാവാക്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഒരു CH മാത്രമുള്ള കോമ്പൗണ്ടിൽ ഹൈഡ്രജനും കാർബണും മാത്രമുള്ള കോമ്പൗണ്ട് ആണെങ്കിൽ അതിൽ നമ്മൾ അതിൻ്റെ ഒക്കെ എണ്ണം എടുത്ത് എഴുതുമല്ലോ, അതിനെയാണ് തന്മാത്രാവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ 4 തരത്തിലാണ്: ചെയിൻ ഐസോമെറിസം, പൊസിഷൻ ഐസോമെറിസം, ഫങ്ഷണൽ ഐസോമെറിസം ആൻഡ് മെറ്റാമെറിസം. 4 തരത്തിലാണ് ഐസോമെറിസങ്ങളുള്ളത്. ചെയിൻ ഐസോമെറിസം നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഇതിൽ സിമ്പിളാണ്. ഇതിലെപ്പോഴും കാർബണും ഹൈഡ്രജനും മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ കാർബണും ഹൈഡ്രജനും പിന്നെ ഇതിൻ്റെ ചെയിനിലാണ് വ്യത്യാസം വരുത്തുക. ഈ ചെയിൻ ഐസോമെറിസം എന്ന് പറയുമ്പോൾ തന്നെ അത് ശ്രദ്ധിക്കുക. ഇത് കണ്ടോ, നീളത്തിൽ പോണ ഒരു ചെയിനാണ്, പക്ഷേ ഇതിൽ ബ്രാഞ്ച് വന്നിട്ടുണ്ട്, ഇതിന് 2 ബ്രാഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതന്നെ ഇതിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞത്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ചെയിൻ ഐസോമെറിസ് ആണെന്ന് കണക്കാക്കുന്നത്? എല്ലാത്തിൻ്റെയും ഹൈഡ്രജനും കാർബണും പിന്നെ എഴുതി നോക്കുക, തന്മാത്രാവാക്യം എഴുതി നോക്കിയാൽ മതി. എത്ര കാർബൺസ് ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2, 4, 5 കാർബൺ, C5. ഹൈഡ്രജനോ 12 ഹൈഡ്രജനും ഉണ്ട് അല്ലേ? അടുത്തതിൽ നോക്കിയേ, 5 കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ എത്ര ഉണ്ട്? 3, 3, 6, 9, 12. കണ്ടോ മക്കളെ? ഇതിലോ ഇതേപോലെ തന്നെ 5 കാർബൺ, ഹൈഡ്രജൻ 6, 9, 12. അടിപൊളി അല്ലേ? എല്ലാത്തിലും ഒരേ തന്മാത്രാവാക്യമാണ്. അപ്പോൾ ഇവർ ചെയിൻ ഐസോമെറിസത്തിൻ്റെ ജോഡികളാണ് കേട്ടോ. ചിലപ്പോൾ ഒരു ഇത് തരും, എന്നിട്ട് ഇതിന് ജോഡിയായിട്ട് എഴുതാൻ പറയും, അപ്പോൾ നമ്മൾ എഴുതണം. അല്ലെങ്കിൽ എല്ലാം കൂടെ മിക്സാക്കി തരും, എന്നിട്ട് ഇതിൽ ചെയിൻ ഏത്, ഫങ്ഷണൽ ഐസോമെറിസ് ഏത്, പൊസിഷൻ ഐസോമെറിസ് ഏത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ 2 എണ്ണം ഉണ്ടാവും അതിൽ ജോഡികൾ. ജോഡി എന്ന് പറയുമ്പോൾ തന്നെ 2 അല്ലേ? അപ്പോൾ അങ്ങനെ കണക്കാക്കാനും ക്വസ്റ്റ്യൻസ് വരും. അതുപോലെ ഒരു പിന്നെ തന്മാത്രാവാക്യം തന്നിട്ട് ഇതിന് 2 ജോഡി ഐസോമറുകൾ എഴുതാന്ന് പറയും. അങ്ങനെയൊക്കെ ചോദ്യം വരും കേട്ടോ. രണ്ടാമത്തേതാണ് ഫങ്ഷണൽ ഐസോമെറിസം. ഫങ്ഷണൽ ഐസോമെറിസം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇതുപോലെ തന്നെ തന്മാത്രാവാക്യം നോക്കിയാൽ C2 ഉണ്ട്, H6 ആണ് അല്ലേ? 3, 4, 5, 6, പിന്നെ ഒരു ഓയും വരുന്നുണ്ട്. ഇതിൻ്റെ പേരെന്താ വരും? OH ഉള്ളതുകൊണ്ട് എഥനോൾ എന്ന് വരും അല്ലേ? ഇനി ഇതോ, ഇതിലും 2 കാർബൺ, 6 ഹൈഡ്രജൻ, 1 ഓക്സിജൻ. തന്മാത്രാവാക്യമൊക്കെ സെയിം അല്ലേ? ഇതിൻ്റെ പേരെന്താ? ഇത് ഈതർ ഗ്രൂപ്പാണ്, ആൽക്കോക്സി ഗ്രൂപ്പ് പെട്ട ആളാണ്. അപ്പോൾ ഇത് മെത്തോക്സിമീഥൈൻ ആണ് വരുന്നത്. രണ്ടും ഫങ്ഷണൽ ഗ്രൂപ്പ് വേറെ അല്ലേ? ഇത് ആൽക്കഹോൾ ഗ്രൂപ്പാണ്, ഇത് ആൽക്കോക്സി ഗ്രൂപ്പാണ്. രണ്ടിലും ഫങ്ഷണൽ ഗ്രൂപ്പിലാണ് വ്യത്യാസം, അതുകൊണ്ട് ഇത് ഫങ്ഷണൽ ഐസോമെറിസം ആണ്. ഓക്കെ, തന്മാത്രാവാക്യമൊക്കെ സെയിം അല്ലേ? ഓക്കെ, അടുത്തതാണ് പൊസിഷൻ ഐസോമെറിസം. പൊസിഷൻ ഐസോമെറിസം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥാനം വ്യത്യാസം ഉണ്ടാവും. ഇതിൽ നോക്കിയേ, ഇവിടെ
എല്ലാത്തിലും നമ്മൾ തന്മാത്രവാക്യമാണ് എഴുതി നോക്കേണ്ടത്. C4 ആണ്, H10 ആണ്, O ഒന്നുണ്ട് അല്ലേ. അപ്പോൾ C4H10O. അപ്പോൾ ഇവരെ പേര് തന്നെ എന്തായി? C4 ഉള്ളതുകൊണ്ട് ബ്യൂട്ടൻ, ഒന്നാമത്തെ പൊസിഷനിൽ OH ഉള്ളതുകൊണ്ട് OH ഉള്ളത് ഓളല്ലേ. ഇവിടെ നോക്കിയേ, ഇതിൽ 4 കാർബൺ, ഹൈഡ്രജൻ 10, ഒരു ഓക്സിജൻ, രണ്ടും സെയിം അല്ലേ. പക്ഷെ എന്താ വ്യത്യാസം? ഈ OH ഒന്നാമത്തതിലാണ് ഇവിടെ കിടക്കുന്നത്, ഇവിടെയോ രണ്ടാമത്തതിലാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ OHൻ്റെ പൊസിഷനാണ് ഇവിടെ മാറിയിട്ടുള്ളത്. മനസ്സിലായോ? അതേപോലെ നമുക്ക് വരാൻ സാധ്യതയുള്ള പൊസിഷൻ്റെതാണ് നമുക്ക് ദ്വിബന്ധനം ത്രിബന്ധനം വന്നിട്ടുള്ളത്. ഇവിടെ നോക്കിയേ, രണ്ടിൻ്റെ തന്മാത്രാവാക്യം എന്തായിരിക്കും? ഇവിടെ C4 H എത്ര ഉണ്ട്? 3, 4, 5, 6, 7, 8 അല്ലേ. H8. അടുത്തതിനോ C4 3, 4, 5, 6, 7, 8 H8 തന്നെ അല്ലേ. അപ്പോൾ രണ്ടും സെയിം അല്ലേ തന്മാത്രാവാക്യം? രണ്ടിൻ്റെ IUPAC നെയിം വ്യത്യാസമുണ്ട് ഓരോന്നിൻ്റെയും. ഇത് എന്താണ്? ബ്യൂട്ട് 1ഈനാണ്, ഇത് ബ്യൂട്ട് 2ഈനാണ് അല്ലേ. പക്ഷെ തന്മാത്രാവാക്യം വ്യത്യാസമുള്ളതുകൊണ്ട് ഇത് രണ്ടും പൊസിഷൻ ഐസോമറിസ് ആണ്. ഇതിൻ്റെ പൊസിഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ ദ്വിബന്ധനത്തിൻ്റെ. അതേപോലെ തന്നെ ഇതിൽ ജോഡി 2ൽ ത്രിബന്ധനം വന്നിട്ടുണ്ട്. ഈ ത്രിബന്ധനം വന്നുകൊടുത്ത് തന്മാത്രാസൂത്രം നോക്കാം നമുക്ക്. കാർബൺ 4, ഹൈഡ്രജൻ 3, 4, 5, 6, ഹൈഡ്രജൻ 6, രണ്ടിടത്തും സെയിം അല്ലേ. C4H6. എന്താ വ്യത്യാസമുള്ളത്? IUPAC നെയിം വ്യത്യാസമുണ്ട്. IUPAC നെയിമിൽ എന്താ വ്യത്യാസം നോക്കിയേ. ഇവിടെ ബ്യൂട്ട് 1ഈനാണ്, ഇവിടെ ബ്യൂട്ട് 2ഈനാണ്. ഇവിടെയൊക്കെ ഏത് തരം ഐസോമറിസാണ് കാണിക്കുന്നത്? അതെ, ഇതിൻ്റെ പൊസിഷനാണ്, ത്രിബന്ധനത്തിൻ്റെ പൊസിഷനിലാണ് വ്യത്യാസം. അപ്പോൾ പൊസിഷൻ ഐസോമറിസ് ആണ് ഇവിടെ കാണിക്കുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് ഇതുപോലെയാണ് കേട്ടോ ക്വസ്റ്റ്യൻസ് വരിക. ഈ മിക്സായിട്ട് വരും, എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ. ഇനിയുള്ളത് മെറ്റാമറിസ് ആണ്. മെറ്റാമറിസം എന്ന് പറയുമ്പോൾ പിന്നെ ഇതിൽ COയും വരും, Oയും വന്നിട്ടുള്ളതും വരും കേട്ടോ. CO എന്ന് പറയുമ്പോൾ കീറ്റോ ഗ്രൂപ്പും ആൽക്കോക്സി ഗ്രൂപ്പിലുള്ളവരും വരും. ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള നമ്പറുകളാണ് വ്യത്യാസമുള്ളത്. ഈ രണ്ട് സൈഡിലുള്ള കാർബൺസിൻ്റെ നമ്പറുകൾ ഇത് നോക്കിയാൽ ഇവിടെ 2 കാർബണാണ്, ഇവിടെ 2 കാർബണാണ്. ഇതിന് രണ്ടിൻ്റെയും ഒരു സൈഡിൽ 2 എണ്ണം, ഒരു സൈഡിൽ 2 എണ്ണം. പക്ഷെ ഇതിൻ്റെ ജോഡിയിൽ ഇതേപോലെ തന്നെ സെൻട്രലായിട്ട് തന്നെ വരും. പക്ഷേ രണ്ട് സൈഡിലുള്ളത് ഇത് കണ്ടോ, ഇവിടെ 1ഉം ഇവിടെ 3ഉം ആവുന്നത്. അപ്പോൾ ഇവരെ തന്മാത്രവാക്യവും സെയിം ആയിരിക്കും, പക്ഷേ ഇതിൻ്റെ പിന്നെ എന്താ എഴുതണ രണ്ട് സൈഡിലേക്കുള്ള കാർബൺസിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇവരെന്താവും? എങ്ങനെ നമ്മളൊന്ന് എഴുതി നോക്കാം. C4H എത്ര ഉണ്ട്? 3, 4, 5, 6, 7, 8, 9, 10. C4H10 ആണല്ലേ. C4H10. പിന്നെ ഒരു ഓയും വരുന്നുണ്ട്. ഇത് തന്നെ രണ്ടിനും വരുന്നത്. പക്ഷേ കണ്ടോ, ഇവിടെ രണ്ട് സൈഡിലും 2 കാർബൺസ് ഉള്ളത്. പക്ഷെ ഇതിൻ്റെ രണ്ട് സൈഡിലും വ്യത്യാസമുണ്ട്. ഇവിടെ 1, ഇവിടെ 3. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ജോഡികൾ വരിക. അതേപോലെ തന്നെ നമ്മൾ കീറ്റോ ഗ്രൂപ്പായിട്ടും വരും. ഇതിന് 1ഉം ഇവിടെ 3ഉം ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷേ ഇതിന് നമ്മൾ തന്മാത്രാവാക്യം എഴുതി നോക്കിയാൽ സെയിം ആയിരിക്കും. ഒന്ന് നോക്കാം അല്ലേ.
തന്മാത്രവാക്യം നോക്കിയേ. ഇവിടെ കാർബൺ എത്ര എണ്ണം വരുന്നുണ്ട്? 1 2 3 4 5 5 കാർബൺ. ഹൈഡ്രജനോ 3 3 6 7 8 9 10 ഹൈഡ്രജൻ, പിന്നെ ഒരു ഓക്സിജൻ. ബാക്കി ഇവിടെയോ? ഇവിടെയും അതേപോലെ C5H10O. അപ്പോൾ തന്മാത്രവാക്യം സെയിം. പക്ഷേ ഈ കണ്ടോ, ഇവിടെ 1 ഇവിടെ 3 ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇവിടെ 2 ഇവിടെ 2 ആയി. പക്ഷെ സെയിം ആണ് രണ്ടിലും തന്മാത്രവാക്യം. ഇങ്ങനെയാണ് മെറ്റാമറിസത്തിൽ വരിക കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാ വരിക എന്ന് പറഞ്ഞില്ലേ, അതും കൂടെ ഇതൊന്ന് നോക്കിയേ. ഇതിൽ ക്വസ്റ്റ്യൻ വരുന്നത്, ഇപ്പോൾ ഇവിടെ എത്ര എണ്ണം ഉള്ളത്? 6 എണ്ണം തന്നിട്ടുണ്ട്, മിക്സാക്കി തന്നതാണ്. ഇതിൽ നമ്മൾക്ക് ഓരോന്നും ജോഡികൾ കണ്ടെത്തണം. ജോഡികൾ കണ്ടെത്തുമ്പോൾ നമുക്ക് ഫസ്റ്റത്തെ തന്നെ എടുക്കാം. ഫസ്റ്റത്തത് എടുക്കുമ്പോൾ നോക്കിയാൽ ഇതിൽ ഫുള്ള് കാർബണും ഹൈഡ്രജനും മാത്രം. ഇങ്ങനത്തത് ഉള്ളത് ഏതിലാണ് ഉള്ളത്? ചെയിൻ ഐസോമറിസത്തിലാണ് അല്ലേ? തന്മാത്രവാക്യങ്ങൾ എഴുതി നോക്കാട്ടോ. ആദ്യം കാർബണ് 1 2 3 4 5 5 കാർബൺ. ഹൈഡ്രജനോ 3 6 7 8 9 10 11 12 13 14 14 ഹൈഡ്രജൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എഴുതി നോക്കാം. രണ്ടാമത്തത് കാർബൺ 1 2 3 4 കാർബൺ. ഹൈഡ്രജനോ 3 4 5 6 7 8 9 10. പിന്നെ ഒരു ഓക്സിജനും കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതേ പിന്നെ തന്മാത്രവാക്യം കിട്ടുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനുള്ള ജോഡി കിട്ടും കേട്ടോ. ഇനി മൂന്നാമത്തെ നോക്കിയേ, എത്ര ഉണ്ട്? C5H 12 അല്ലേ? ഈ മുകളിലത്തേന് എത്ര? 14 ആണോ? 3 4 5 6 7 8 9 10 12 അല്ലേ? ഓക്കെ, ഇവിടെ 12 എടുക്കാം. അപ്പോൾ നോക്കിയേ, ഇതും സെയിം അല്ലേ വന്നത്? അങ്ങനെയാണ് നോക്കട്ടോ. അതേപോലെ നമുക്ക് ഇനി ഇതിന് സെയിം വരണം അല്ലേ? അതിൻ്റെ ജോഡിയെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, അടുത്തതിൻ്റെ ജോഡീനെ കിട്ടണം. അപ്പോൾ എല്ലാതും ഇതേപോലെ എണ്ണി നോക്കാം. അപ്പോൾ നമുക്ക് തന്മാത്രവാക്യം കിട്ടും. എന്നിട്ട് അങ്ങോട്ട് എഴുതാട്ടോ. അങ്ങനെയാണ് ഇതിന് ഉത്തരം എഴുതാട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ?